അനാചാരങ്ങൾക്കെതിരെ പോരാടുകയും താഴേക്കിടയിലെ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കുമരമ്പത്തൂരിലെ അന്തരിച്ച സരോജിനിയമ്മയുടെ വസതി എൻ ഷംസുദ്ദീൻ MLA സന്ദർശിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സരോജിനിയമ്മ വിട പറഞ്ഞത്. 1920-21 കാലഘട്ടത്തിൽ മലബാർ സമരത്തിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരമ്പത്തൂർ സീതിക്കോയ തങ്ങൾ, MT നാരായണ മേനോൻ, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, മണ്ണാർക്കാട് ഇളയനയ്യർ എന്നിവർക്കൊപ്പം പ്രവർത്തിക്കുകയും അരിയൂർ ഖിലാഫത്ത് സമ്മേളനത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പങ്കെടുത്ത യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത നാവായത്ത് തച്ചുണ്ണി നായരുടെ മരുമകൾ കൂടിയായ സരോജിനിയമ്മയാണ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത്. ജാതി വ്യവസ്ഥയും മറ്റും നിലനിന്നിരുന്ന കാലത്ത് അനാചാരങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന താഴേക്കിടയിലെ മനുഷ്യർക്ക് വിശപ്പു മാറ്റാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകിയിരുന്ന തച്ചുണ്ണി നായരുടെ തുടർച്ചവകാശി എന്ന നിലയിലാണ് സരോജിനിയമ്മ അറിയപ്പെട്ടിരുന്നത്. വീട്ടുമുറ്റത്തെത്തുന്ന ഏതൊരു മനുഷ്യനും വിശപ്പകറ്റാനുള്ള ഭക്ഷണം ഏതു സമയത്തും തച്ചുണ്ണി നായർ ചെയ്തു വന്നതുപോലെ തന്നെ സരോജിനിയമ്മയും ചെയ്തു വരുമായിരുന്നു. ഇവരുടെ വസതിയാണ് MLA N ഷംസുദ്ദീൻ സന്ദർശിച്ചത്. ഈ വീടിന്റെ ഒരു പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം തൊട്ട് തന്നെ പൊതുരംഗത്തുള്ള താച്ചുണ്ണി നായരുടെ കുടുംബമാണ്. നമ്മൾ ചരിത്രത്തിലെല്ലാം വായിക്കുന്നതാണ് ഖിലാഫത്ത്, അന്നത്തെ ദേശീയ പ്രസ്ഥാനം. അതിൻ്റെയൊക്കെ ഭാഗമായി ഈ മേഖലകളിൽ, വള്ളുവനാട് താലൂക്കിന്റെ ഈ മേഖലകളിൽ അന്ന് നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലൊക്കെ താച്ചുണ്ണി നായർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്ന് തൊട്ടുള്ള പൊതുരംഗമാണ് ഈ തറവാടിന് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളോട് ഇവിടെ പറഞ്ഞ സരോജിനിയമ്മ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആളും, ധാരാളം പേർക്ക് അന്നത്തെ പഴയ വറുതിയുടെ കാലത്തൊക്കെ എല്ലാവിധത്തിലും ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മനോജിനെയും അച്ഛനെയൊക്കെ കണ്ട് ഞങ്ങളുടെ ഒരു ദുഃഖം രേഖപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ തറവാട്ടുമുറ്റത്ത് വന്നത്. കുമരമ്പത്തൂർ പള്ളിക്കുന്ന് തെക്കേക്കരയിൽ നാവായത്ത് താച്ചുണ്ണി നായരുടെ മകൻ CPM കുമരമ്പത്തൂർ മുൻ ലോക്കൽ സെക്രട്ടറി നാവായത്ത് രാജഗോപാലന്റെ ഭാര്യയാണ് സരോജിനിയമ്മ. സുരേഷ് കുമാർ, മനോജ് കുമാർ, സുജാത, കൃഷ്ണകുമാർ എന്നിവർ മക്കളാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ താച്ചുണ്ണി നായരുടെ മക്കൾ, ഇന്ന് എൻ്റെ സുഹൃത്ത് മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കായിക രംഗത്തും കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വലിയ നേട്ടം കൈവരിച്ചിട്ടുള്ള കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിനെ പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ PTA പ്രസിഡന്റും കൂടെയാണ്. ഇന്നും അവരൊക്കെ പൊതുരംഗത്ത് തുടരുന്നു. എൻ്റെ ഭർത്താവും മക്കളുമൊക്കെ രാഷ്ട്രീയത്തിലും മറ്റ് സാമൂഹിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലും ഇങ്ങോട്ട് കടന്നു വരുന്ന എണ്ണമറ്റ ആൾക്കൂട്ടത്തിന് യാതൊരു മുഷിപ്പുമില്ലാതെ വെച്ചു വിളമ്പി രാവെന്നോ പകലെന്നോ ഇല്ലാതെ കൊടുത്ത പ്രിയപ്പെട്ട ഞങ്ങളുടെ അമ്മ ഈ കഴിഞ്ഞ ദിവസമാണ് വിട പറഞ്ഞു പോയത്. പക്ഷേ ഈ നാട് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കപ്പുറത്ത് അമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ് അമ്മയെ ഇവിടുന്ന് എടുക്കുന്ന ആ നിമിഷം വരെ ഇവിടേക്ക് ജനങ്ങളുടെ പ്രവാഹമായിരുന്നു. അത് ആ അമ്മയോടുള്ള ഈ നാടിന്റെ കടപ്പാടും അവരുടെ ഭർത്താവും മക്കളും ഈ നാട്ടിൽ നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ്. ഷൊർണൂർ മുൻ MLAയും KTDC ചെയർമാനുമായ PK ശശി, മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാനും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ MR മുരളി, കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് തുടങ്ങി സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ വിയോഗവാർത്ത അറിഞ്ഞ സമയം മുതൽ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. CCN മണ്ണാർക്കാട്.